ഭരണപരമായ അധികാരം ഡൽഹി സർക്കാരിനാണെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ പുതിയ ഓർഡിനൻസുമായി കേന്ദ്ര സർക്കാർ. ജീവനക്കാരുടെ സ്ഥലമാറ്റം, നിയമനം, വിജിലൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് ശുപാർശകൾ നൽകുന്നതിനായി നാഷണൽ ക്യാപിറ്റൽ സർവീസ് അതോറിറ്റി രൂപീകരിച്ച് സർക്കാർ ഓർഡിനൻസ് ഇറക്കി. കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധിയിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവും നിയമനവും ഉൾപ്പെടെയുള്ള സേവന കാര്യങ്ങളിൽ ഡൽഹി സർക്കാരിന് എക്സിക്യൂട്ടീവ് അധികാരം നൽകിയിരുന്നു. ദേശീയ തലസ്ഥാനം എന്ന നിലയിലുള്ള പ്രത്യേക പദവി കണക്കിലെടുത്ത് പ്രാദേശികവും ദേശീയവുമായ ജനാധിപത്യ താൽപര്യങ്ങൾ സന്തുലിതമാക്കുന്നതിന് നിയമപ്രകാരം ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് പുതിയ ഓർഡിനൻസിൽ പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റം, നിയമനം, വിജിലൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് ശുപാർശകൾ നൽകാൻ ഡൽഹി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സ്ഥിരം അതോറിറ്റി രൂപീകരിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി, GNCTD ചീഫ് സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരടങ്ങുന്നതാണ് പുതിയ അതോറിറ്റി. ഓർഡിനൻസ് അനുസരിച്ച് അതോറിറ്റി തീരുമാനിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഹാജരുള്ളവരുടെയും വോട്ട് ചെയ്യുന്നവരുടെയും ഭൂരിപക്ഷം വോട്ടുകളാൽ തീരുമാനിക്കപ്പെടും. സംസ്ഥാന സർക്കാരിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കാനാണ് പുതിയ ഓർഡിനൻസ് കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. പുതിയ അതോറിറ്റിയുടെ രൂപീകരണത്തോടെ എന്തെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് തീരുമാനമെടുക്കാം. സേവന കാര്യങ്ങളിൽ തീരുമാനത്തിൽ വ്യത്യാസം വരുത്താൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരമുണ്ട്. കൂടാതെ ഫയലുകൾ പുനർപരിശോധിക്കാനും തിരികെ അയക്കാനും ഗവർണർക്ക് കഴിയും. സേവന കാര്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എക്സിക്യൂട്ടീവിന് അധികാരം നൽകുന്ന സുപ്രീം കോടതി വിധി ഓർഡിനൻസിലൂടെ മാറ്റാൻ സർക്കാർ ഗൂഢാലോചന നടത്തുകയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിരുന്നു. ഓർഡിനൻസ് കൊണ്ടുവന്ന് സുപ്രീം കോടതിയുടെ വിധി മറികടക്കാൻ ലഫ്റ്റനന്റ് ഗവർണറും കേന്ദ്രവും ഗൂഢാലോചന നടത്തുകയാണെന്ന് മന്ത്രി സൗരഭ് ഭരദ്വാജും ആരോപണമുയർത്തിയിരുന്നു. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി നിയമത്തെ ഭേദഗതി ചെയ്യാനാണ് ഓർഡിനൻസ് കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞയാഴ്ച സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധിയിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവും നിയമനവും ഉൾപ്പെടെയുള്ള സേവന കാര്യങ്ങളിൽ ഡൽഹി സർക്കാരിന് എക്സിക്യൂട്ടീവ് അധികാരം നൽകിയിരുന്നു. പോലീസ്, ഭൂമി, പൊതുസമാധാനം എന്നിവ ഒഴികെയുള്ള അധികാരങ്ങൾ സംസ്ഥാനത്തിനാണെന്നും മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരമാണ് ലഫ്റ്റനന്റ് ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി വിധിച്ചത്. കേരള വിഷൻ ന്യൂസ്, ഡൽഹി.